ആദ്യമേ കയറി സീറ്റ് ബെൽറ്റ് ഇട്ടു, എനിക്ക് ആ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഞാൻ ആദ്യമേ കയറി സീറ്റ് ബെൽറ്റ് ഇട്ടു, എനിക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് സീറ്റ് ബെൽറ്റ് ആണോ ഇടേണ്ടത്? അല്ല. പലരും മറന്നു പോകുന്നൊരു കേസാണെന്ത് ഈ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നത്. കാരണം പലരും വാഹനത്തിൽ കയറി ഇത് മാറ്റി ഇടാത്തത് കൊണ്ടും അതെന്താണെന്ന് പോലും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് പോലും ഞാൻ ക്ലാസ്സിനോട് ചെല്ലുമ്പോൾ പലർക്കും അറിയത്തില്ല ഇതെന്താണ്. കാരണം അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടില്ല. വാഹനം ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കും, ഫസ്റ്റ് ഇടാൻ മാത്രം പറയും, സ്റ്റാർട്ടിങ്ങിലാണ് വണ്ടി. പിന്നെ ഹാൻഡ് ബ്രേക്ക് പോലും മാറ്റാത്തത് കൊണ്ട്, അവരെ കൊണ്ട് മാറ്റിക്കാത്തതുകൊണ്ട് അവർക്ക് അറിയത്തില്ല എന്തൊക്കെ ചെയ്യാനുണ്ടെന്നും അറിയാത്തത് കൊണ്ട് ഇതെന്താണെന്ന് പോലും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവരെ കളിയാക്കിയതല്ല. കാരണം സ്വാഭാവികമായിട്ട് അവർക്ക് മനസ്സിലായല്ല, കൊടുത്തു കഴിഞ്ഞാലല്ല അവർക്ക് ഇന്ന സാധനങ്ങളൊക്കെ വണ്ടിയിലുണ്ടെന്നും ഇന്ന സാധനം കൊണ്ടാണ് വണ്ടി ഓടിക്കേണ്ടതെന്നും വണ്ടി ഓടിക്കാൻ ഇന്ന സാധനങ്ങളാണെന്നും ഇന്ന മാറ്റിയല്ല വണ്ടി പോകാനുള്ളതും അവർക്ക് അത് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് കിട്ടത്തുള്ളൂ. ഞാൻ ആരെയും കളിയാക്കിയത്, പഠിപ്പിച്ചവരെ കളിയാക്കിയതല്ല. കാരണം നമ്മൾ ആ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വാഹനം എടുക്കുന്നത് നമ്മൾ റൈറ്റ് സൈഡിലോട്ടാണ്. അപ്പൊ റൈറ്റ് സൈഡിൽ എടുക്കുമ്പോൾ നമ്മൾ ഏത് സൈഡിലെ മിററിൽ നോക്കണം? റൈറ്റ് സൈഡിലെ മിററിൽ നോക്കണം. കാരണം ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിയുടെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് തന്നെ ആയതുകൊണ്ട് നമ്മൾ മിററിൽ നോക്കാതെ എന്ത് ചെയ്യരുത്, നിങ്ങൾ വാഹനം എടുക്കാൻ ശ്രമിക്കരുത്. പലരും ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് അങ്ങ് എടുക്കാൻ നോക്കും. കാരണം ഇൻഡിക്കേറ്റർ കൊടുത്തെന്ന് പറഞ്ഞാലും നമുക്കല്ല മുൻഗണന, ആർക്കാണ്? ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിക്കാണ്. നമ്മൾ ആ മിററിൽ നോക്കി ഒരു വണ്ടി ഉണ്ടേ എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ മിററിൽ നോക്കുമ്പോൾ വണ്ടി ഇല്ല എങ്കിൽ നമുക്ക് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നില്ല അവിടെ പ്രാധാന്യം വരുന്നത്. എന്ത്? മിററിൽ നോക്കി എടുക്കുന്നതാണ്. കാരണം നമ്മൾ മിററിൽ നോക്കുമ്പോൾ ഒരു വണ്ടി വരുന്നതും കാണുന്നുണ്ട്, മിററിൽ നോക്കുമ്പോൾ വണ്ടി വരാത്തതും കാണുന്നുണ്ട്. പിന്നെ ഒരു ഇൻഡിക്കേറ്റർ കൊടുക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇൻഡിക്കേറ്റർ കൊടുക്കുന്നതിനേക്കാളും പ്രാധാന്യം നമ്മൾ ചെയ്യേണ്ടത് മിററിൽ നോക്കി എടുക്കുക എന്നുള്ളതാണ്. ഇൻഡിക്കേറ്റർ കൊടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ തർക്കിക്കാനോ അതിന് നിയമവും ഇല്ല അങ്ങനെ. അപ്പൊ നമ്മൾ മിററിൽ നോക്കി എടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും ഒരു വണ്ടി വരുന്നുണ്ട്, വണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം, എന്നാലും എടുക്കാൻ കഴിയുള്ളൂ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഇൻഡിക്കേറ്ററിൽ യാതൊരു പ്രാധാന്യവും വരുന്നില്ല. അപ്പൊ കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയൊരു വീഡിയോ ആണ്. അതായത് ഈ ഒരു വീഡിയോ കണ്ടിട്ടും നിങ്ങൾക്ക് ഒരു വാഹനത്തിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യാനോ ഒരു വാഹനം എടുക്കാനോ നിങ്ങൾക്ക് പേടിയാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡ്രൈവിംഗ് ഉപേക്ഷിച്ചോളൂ. അത്ര ഡീറ്റെയിൽ ആയ ഒരു കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ പറഞ്ഞുതരാം. ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ 1-2 പ്രാവശ്യം നേരത്തെ വീഡിയോ ചെയ്തിട്ടുമുണ്ട്. അപ്പൊ പലർക്കും ഒരു വാഹനത്തിൽ കയറി എടുക്കാൻ പോലും കൃത്യമായിട്ട് അറിയുന്നില്ല. ഞാൻ പലപ്പോഴും ക്ലാസ്സിനായി കടന്നു പോകുമ്പോഴേ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ആദ്യമേ ചോദിക്കും, നിങ്ങളെ ഇതുവരെ നിങ്ങൾ പഠിപ്പിച്ച് പറഞ്ഞു തന്നിട്ടുള്ള എന്തെല്ലാം ചെയ്തിട്ട് എടുക്കണമെന്ന്. പലരും പല പല കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഈ വീഡിയോ കാണുന്ന പലരും അത് കാണാറും ഉണ്ടായിരിക്കാം. എന്തൊക്കെ ചെയ്തിട്ട് എടുക്കുന്ന പലരും പല രീതിയിലാണ് പറയുന്നത്. കയറിയിരിക്കുക, സീറ്റ് ബെൽറ്റ് ഇടുക, ന്യൂട്രാക്കുക, അങ്ങോട്ട് ക്ലച്ച് ബ്രേക്ക് കാല് മാറ്റുക, പോവുക. അപ്പൊ എന്തെല്ലാം ചെയ്യണമെന്ന് അപ്പൊ നമുക്കത് കേൾക്കുന്നവർക്കെല്ലാം മനസ്സിലാകും. അത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടൊന്നും ഈ ഒരു വണ്ടി മുന്നോട്ട് മൂവ് ആകുവാനോ എടുക്കുവാനോ കഴിയുകയില്ല. അപ്പം ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അറിയാവുന്ന ആരും ഈ ഒരു വീഡിയോ കാണുന്നില്ല, കാരണം അവർക്ക് അറിയാം എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ കാര്യം. ഞാൻ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് അറിയാവുന്നവർക്കും വന്ന് കമന്റ് ചെയ്യാം. സ്കിപ്പ് ചെയ്തതിനെ കാണാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. വീഡിയോ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കുവാൻ പേടിയുള്ളവരാണെങ്കിൽ ഞാൻ നേരിട്ട് ക്ലാസ് നിങ്ങളുടെ സ്വന്തം വണ്ടിയിൽ തരുന്നുണ്ട്. നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്നാണ് നിങ്ങൾക്ക് പ്രാക്ടീസ് അറിയാം. നിങ്ങൾക്ക് വാട്സാപ്പിന് ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി, നിങ്ങൾ ഈ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. പിന്നെ ആ ട്രിക്കും ടിപ്സും വീഡിയോയുടെ പറയാതെ കഴിഞ്ഞാൽ പലർക്കും പല പല മിസ്റ്റേക്കുകളാണ്. കാരണം എന്നോട് പറയുന്ന മിസ്റ്റേക്കുകളല്ല ഞാൻ അവരെ കാണിച്ച് തെളിയിപ്പിച്ച് കൊടുക്കുന്നത്, അതല്ലായിരിക്കും. അപ്പൊ ഡ്രൈവിംഗ് സീറ്റ് കയറിയിരിക്കും എനിക്ക് മനസ്സിലാക്കും നിങ്ങളുടെ മിസ്റ്റേക്ക് എന്ന്. ആ മിസ്റ്റേക്കും പ്രകാരമാണ് ഞാൻ നിങ്ങൾക്ക് ട്രിക്കുകളും ടിപ്സുകളും പറഞ്ഞ് നിങ്ങളെ ക്ലാസ്സിലൂടെ ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്റെ ജില്ല ഏതാണ്? പലരും ഇപ്പോഴും വിളിച്ചു ചോദിക്കാറുണ്ട് എന്റെ ജില്ല. നിങ്ങൾ കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ ഇങ്ങേയറ്റമായ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിന്റെ ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ ഈ പ്രാക്ടീസ് നൽകുന്നത്. പിന്നെ അതേപോലെ തന്നെ ലൈസൻസ് ഉണ്ട്, പക്ഷേ വണ്ടിയില്ല, അങ്ങനെ ഉള്ളവർക്കാണെങ്കിൽ എന്റെ വണ്ടിയിൽ തന്നെ, ഇത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ക്ലച്ചും ബ്രേക്കും ഇല്ലാത്ത വണ്ടി, സാധാ നമ്മുടെ വീട്ടിലെ നോർമൽ വണ്ടി തന്നെയാണ്. ഇന്ത്യയിൽ നിങ്ങൾക്ക് വണ്ടി ഇല്ലെങ്കിൽ പ്രാക്ടീസ് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമുക്കൊരു വാഹനത്തിൽ കയറിയിരുന്ന് കൃത്യമായ കാര്യങ്ങൾ എടുക്കാതെ നമുക്ക് എന്തായാലും ഓടിക്കാൻ കഴിയത്തില്ല. ഓരോ കാര്യങ്ങൾ നമ്മൾ ക്രമമായിട്ട് നമ്മുടെ പേരെഴുതുമ്പോൾ നമ്മൾ അക്ഷരങ്ങൾ ക്രമമായിട്ട് എഴുതുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു കറി വെക്കുമ്പോൾ എന്തെല്ലാമാണ് ക്രമമായിട്ട് ചേർക്കുന്നു എന്ന് പറഞ്ഞതുപോലെ എപ്പോഴെങ്കിലും കണ്ടാൽ നമ്മൾ മുളക് പൊടി ഇടുവോ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് ചേർക്കുവോ അല്ല, അവർ ക്രമമുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വണ്ടിയെ കയറി എടുക്കാൻ കഴിയത്തില്ല. കാരണം നമ്മൾ പഠിച്ചു വെച്ച രീതിയിൽ അതിൽ കയറി ഇരിക്കുന്നതുകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യാത്തത് കൊണ്ടാണ് ആ വണ്ടി മൂവ് ആകാത്തതും. അഥവാ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ആയാൽ വണ്ടി മുന്നോട്ട് എടുക്കാൻ പറ്റാത്തതും. വണ്ടി എടുക്കുന്ന സമയത്ത് പലതും നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് വണ്ടി ഓഫായി പോകാനുള്ള കാരണം. അത് ക്രമമായിട്ടൊന്നും ഞാൻ ഒരു വാഹനത്തിൽ കയറി എന്തെല്ലാം ചെയ്താൽ ഒരു വണ്ടി എടുക്കാം എന്നതിനെ പറ്റിയോടെ ഞാൻ ക്രമമായിട്ട് തന്നെ കാണിച്ചു. നമ്മൾ ആദ്യമേ കയറുന്ന ഒരു വാഹനത്തിൽ കയറുന്ന സീറ്റ് ബെൽറ്റ് ഇടാൻ നല്ല പഠിക്കേണ്ടത്. കാരണം നമ്മൾ ഇപ്പോഴത്തെ വണ്ടി, പ്രത്യേകിച്ച് ഇപ്പോഴുള്ള വണ്ടികൾ പറഞ്ഞാൽ മുന്നോട്ടെടുത്തപ്പോൾ ഈ മുന്നോട്ടെടുമ്പോൾ കിണുകിണാന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം
സീറ്റ് ബെൽറ്റ് ഇടാനുണ്ടെന്ന് നമ്മൾ അതല്ല പഠിച്ചു വെക്കണം. നമുക്കൊരു വണ്ടി എടുക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അതുപോലെ നമ്മൾ ഓൺ അടിക്കാനല്ല നമ്മൾ പഠിക്കേണ്ടത്. നമുക്ക് മുന്നോട്ട് എടുക്കുമ്പോൾ ഒരു തടസ്സം വന്നു, കൃത്യമായിട്ട് അത് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാകും ഒരു ഓൺ അടിക്കണം. അതുപോലെ തന്നെ എന്താ ഉരുട്ടാൻ അറിയാത്ത തിരിക്കില്ല, എന്തായാലും വണ്ടി ഉരുട്ടുന്നവരെ തിരിക്കുകയുള്ളൂ. അപ്പൊ തിരിക്കുന്നതിനറിയാം ഇൻഡിക്കേറ്റർ കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ അറിയാം. പക്ഷെ നമ്മൾ അതല്ല പഠിച്ചു വെക്കേണ്ടത്. കാരണം ഇത് മൂന്നും പലരും പഠിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു വണ്ടിയെ കയറുന്നത് എന്തെല്ലാം ചെയ്യണമെന്നോ എന്തെല്ലാം ചെയ്താൽ ഈ വണ്ടി എടുക്കാൻ പറ്റുമെന്നോ പലർക്കും അറിയാത്തത്. അത് ഞാൻ ക്രമമായിട്ടൊന്ന് പറഞ്ഞുതരാം. നമ്മൾ ആദ്യമേ വാഹനത്തിൽ കയറിയിരുന്ന് നമ്മുടെ സീറ്റ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക എന്നുള്ളത് ആദ്യത്തെ കാര്യങ്ങൾ. അത് സീറ്റ് ക്ലിയർ ചെയ്യണമെങ്കിൽ എല്ലാവരും നമ്മൾ സീറ്റ് ക്ലിയർ ചെയ്യണം. പക്ഷേ എങ്ങനെയൊക്കെയാണ് കൈകൊണ്ടും കാര്യം കൊണ്ടും കൃത്യമായിട്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് കാണിച്ചു തരാത്തതുകൊണ്ടാണ് നമ്മൾ വണ്ടിക്കകത്ത് കയറിയും തപ്പുന്നത്. ഈ ഒരു വീഡിയോ കാണുന്ന 90% ആൾക്കാർ ചിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും തപ്പാനുള്ള കാരണം. അപ്പൊ കൃത്യമായിട്ട് നമ്മളൊരു വണ്ടി കിടക്കുന്ന പൊസിഷൻ നോക്കണ്ട, വീടിന്റെ മിറ്റമാണെന്ന് നോക്കണ്ട, ഒരുപാട് വാഹനങ്ങൾ കിടപ്പുണ്ടെന്ന് നോക്കണ്ട, കാർ പോർച്ചാണെന്ന് നമ്മൾ നോക്കണ്ട, വണ്ടി തട്ടുമെന്ന് ഇടിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ക്രമമായിട്ട് ഒരു വാഹനത്തിൽ കയറി ഇരുന്ന് നമ്മൾ എന്തെല്ലാമാണ് ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നത്. നമ്മൾ ആദ്യം ഒരു വാഹനത്തിൽ കയറി ഇരുന്ന് എന്ത് ചെയ്യണം, നമ്മൾ ബ്രേക്കിലും സ്റ്റിയറിംഗിലും പിടിച്ചോണ്ട് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ സീറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പലരും എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കാല് താഴെ വെച്ചുകൊണ്ട് സ്റ്റിയറിംഗ് പിടിച്ചോണ്ട് ഈ ഒരു രീതിയിലൊക്കെ ഇങ്ങനെ ചെയ്യും. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് കൃത്യമായിട്ട് ആ സീറ്റ് ക്ലിയർ ആകാത്തത്. അപ്പൊ നമ്മൾ ബ്രേക്കിലും സ്റ്റിയറിംഗിലും പിടിക്കുമ്പോൾ ഇത് ബാക്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു രീതി ഇരിക്കണം എന്നില്ല. ഇത് കണ്ടില്ലേ, ഇതിപ്പോ ബാക്കിലോട്ടായിരിക്കും പോയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ബ്രേക്കിലും സ്റ്റിയറിംഗിലും പിടിക്കുമ്പോൾ നമുക്കറിയാം എങ്ങോട്ട് വരാനുണ്ട്, മുൻപോട്ട് വരാനുണ്ടെന്ന് നമുക്കറിയാം. കാരണം നമ്മളൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് പിടിക്കണം. ഈ ബ്രേക്ക് പിടിക്കുമ്പോൾ നമ്മൾ സ്റ്റിയറിംഗെ വിട്ടിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രേക്ക് പിടിക്കുന്നത്. നമുക്കിപ്പോ എന്ത് സാധനത്തിലും ക്ലച്ചിലാണെങ്കിലും ബ്രേക്കിലാണെങ്കിലും നമ്മൾ ആക്സിഡന്റിലാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൈ എപ്പോഴും ഇവിടെ ഉണ്ടാവും, സ്റ്റിയറിംഗിലുണ്ടാവും. അപ്പൊ ആ സ്മൂത്തായിട്ട് നമുക്ക് നിർത്തണമെന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് നമുക്കൊരു വണ്ടി ഓടിക്കണം, നമ്മുടെ കൈ സ്റ്റിയറിംഗിൽ ബ്രേക്കിലും കറക്റ്റായിട്ട് ഇരുന്നാൽ മാത്രമേ സ്മൂത്തായിട്ട് നമുക്ക് നിർത്താനും അതുപോലെ തന്നെ ഓടിക്കാനും കഴിയത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ ബ്രേക്കിലും സ്റ്റിയറിംഗിലും പിടിച്ചോണ്ട് വേണം എന്ത് ചെയ്യാൻ, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ. പിന്നെ പലരും കാണിക്കുന്നതോടെ ഞാൻ കാണിച്ചത് ഇങ്ങനെയൊക്കെ പിടിച്ചോണ്ട് ഈ ഒരു രീതിയിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പൊ ഇരിക്കുമ്പോൾ സീറ്റ് ക്ലിയർ ആയിട്ട് തോന്നും, പിന്നെ ഇരിക്കുമ്പോൾ നമുക്ക് വണ്ടി നിർത്തേണ്ട സമയത്തൊക്കെ വേറെ രീതിയിലൊക്കെ നമുക്ക് തോന്നാനുള്ള കാരണം. അപ്പൊ ബ്രേക്കിലും സ്റ്റിയറിംഗിലും പിടിച്ചുകൊണ്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ ഈ ഒരു വീഡിയോ ലെങ്തി ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കട്ട് ചെയ്തിട്ട് പോരാ, കാരണം ഞാൻ നിങ്ങൾക്ക് തുടക്കക്കാർക്ക് വേണ്ടി. അപ്പം നിങ്ങളുടെ വാഹനത്തിൽ കയറിയിരുന്നു ഞാൻ ഈ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ ഇതേ രീതി ചെയ്തിട്ടും എനിക്ക് ആ വണ്ടി എടുക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് കമന്റ് ആയിട്ട് തന്നെ ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് എനിക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ഉപേക്ഷിക്കാം. അപ്പോൾ അതുപോലെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ഞാൻ ഇത്ര ലെങ്തി ആകുമ്പോൾ നിങ്ങൾ കട്ട് ചെയ്തിട്ട് പോവുക ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ബ്രേക്ക് ചവിട്ടി സ്റ്റിയറിംഗെ പിടിച്ചു, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു. ഇത് കണ്ടില്ലേ. അതേപോലെ നമ്മുടെ ചാർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, ഈ സൈറ്റിന്റെ ഈ ഒരു മൂലയ്ക്കായിട്ടാണ് നമ്മുടെ ചാരിന്റെ ക്ലിപ്പ് ഇരിക്കുന്നത്. കണ്ടാ, ഈ ഒരു ക്ലിപ്പ് നിങ്ങളുടെ വാഹനത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ഇത് ഈ വീഡിയോയും ഒന്ന് പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം ഇത് ഓൺ ആക്കിക്കൊണ്ട് തന്നെ നിങ്ങളുടെ വാഹനത്തിന്റെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ ഇത് ഓൺ ആക്കിക്കൊണ്ട് നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ ചെയ്ത് നോക്കി, കൃത്യമായിട്ട് നിങ്ങൾക്കും പറ്റിയിരിക്കും. ഇത് കണ്ടില്ലേ, ഈ ഒരു ക്ലിപ്പിൽ നിങ്ങൾ ഇങ്ങനെ പൊക്കുക, ഈ ഒരു സീറ്റിലെ ചാര് നമ്മുടെ കൂടെ വരും. അല്ലാതെ നമ്മൾ പിടിച്ച് വലിക്കുകയും പിടിക്കുകയൊന്നും വേണമെന്നില്ല. ഇത് കണ്ടില്ല, എനിക്ക് ഇത്രയും വേണം, ഇത് എന്റെ കൂടെ വന്നു കണ്ട, എനിക്ക് ഇത്രയും വേണം, ഇത് അങ്ങോട്ട് പോയി കണ്ട, ഇത് അവിടെ തന്നെ ഇരുന്നോളൂ കണ്ട, ഇത്രയും വേണം കണ്ട, അവിടെ ഇരുന്നോളും കണ്ട. അപ്പൊ നമുക്ക് എത്രത്തോളം വേണോ അത്രത്തോളം പിടിക്കുന്ന സമയത്ത് നമ്മുടെ കൈ എവിടെ ഉണ്ടായിരിക്കണം, മറ്റേ കൈ സ്റ്റിയറിംഗിലും വെച്ചോണ്ട് വേണം ചെയ്യാൻ. കാരണം ഇവിടെ കൈ ഇല്ല, കണ്ടില്ലേ, എത്ര വേണമെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ഇത് കൈ ഇല്ലെങ്കിൽ ഇത് കൂടിപ്പോയൊന്നും അറിയത്തില്ല. പക്ഷെ കൈ വന്നപ്പോൾ മനസ്സിലായി ഇത് കൂടിപ്പോയെന്നുള്ളത് കണ്ട. അപ്പൊ നമ്മുടെ കൈ നമ്മുടെ സ്റ്റിയറിംഗിൽ വെച്ചോണ്ട് ഈ ക്ലിപ്പിൽ പൊക്കിക്കൊണ്ട്, അപ്പൊ നമുക്ക് എത്രത്തോളം വേണോ അത്രത്തോളം ആകുന്നതിന് വരെ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ ഇട്ട് അനക്കരുത്. ഈ സാധനം മുകളിൽ പൊക്കി പിടിച്ചോണ്ട് തന്നെ ഇരിക്കുക, വിടാതെ കണ്ട. എന്നാലേ ഇത് കറക്റ്റായിട്ട് ഈ ഒരു സാധനം ഇങ്ങനെ വരുവുള്ളൂ കണ്ട. കൃത്യമാക്കി വെക്കുക, അതിനുശേഷം വിടുക. അപ്പൊ നമ്മൾ ആദ്യമേ കയറിയിരുന്നു, ബ്രേക്ക് ചവിട്ടി സ്റ്റിയറിംഗിൽ പിടിച്ചു, നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു, നമ്മുടെ ചാര് അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ക്ലച്ച് ചവിട്ടുക. ഈ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് നിങ്ങൾ പൂർണ്ണമായിട്ട് ഫുള്ളായിട്ട് നമുക്ക് കാല് താഴെ എത്തത്തക്ക രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ ആ സീറ്റ് ഇരിക്കാൻ വേണ്ടി. ക്ലച്ച് നല്ലൊരു ചവിട്ടി കൊടുക്കണം. കാരണം നമുക്ക് ഗിയർ കറക്റ്റായിട്ട് വീഴണം, ന്യൂട്രാക്കണം, എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് ഉണ്ടെങ്കിൽ, ആ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് കറക്റ്റായിട്ട് ഗിയറുകൾ വീഴത്തുള്ളൂ. അപ്പൊ നമ്മളെല്ലാവരും ക്ലച്ച് ചവിട്ടിയതിനു ശേഷം ഇത് കണ്ടില്ലേ, ന്യൂട്രാണെന്ന് നോക്കുന്ന പലരും എന്ത് ചെയ്യുന്നറിയോ, ഈ ഒരു രീതിയിൽ ഇങ്ങനെയൊക്കെ നോക്കും. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെ ആട്ടി നോക്കരുത്. കാരണം ഇവിടെ കിടന്നാലും ന്യൂട്രായിട്ട് തോന്നും, ഇവിടെ കിടന്നാലും ന്യൂട്രായിട്ട് തോന്നും, ഇവിടെ കിടന്നാലും ന്യൂട്രായിട്ട് തോന്നും. എന്നെ പഠിപ്പിച്ച് ഇങ്ങനെ ആണല്ലോ എന്ന് നമുക്ക് പലർക്കും വീഡിയോ കാണുമ്പോൾ തോന്നും. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. എങ്ങോട്ടേലും അറ്റത്തോട്ട് ചെല്ലുക. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് പഠിച്ചു വെച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ സ്വന്തം വണ്ടി വീട്ടിൽ കിടന്നിട്ട് അതേ കയറി സ്റ്റാർട്ട് ചെയ്യാൻ പോലും പറ്റാതെ വരുന്നത്. അപ്പൊ ഈ ഒരു രീതി നിങ്ങൾ ചെയ്ത് നോക്കി കണ്ട, നമ്മൾ എങ്ങോട്ടേലും അറ്റത്തോട്ട് വരിക. അപ്പൊ അറ്റത്ത് നമുക്ക് തന്നെ മനസ്സിലാകും ഒരു ഗിയറിലാണ്. ഒന്ന് ഇങ്ങോട്ട് തട്ടിയാലോ ന്യൂട്രലായി കണ്ട. അതേപോലെ ഇങ്ങനെ അറ്റത്ത് വന്നാലും ഒരു ഗിയറിലായി, ഇപ്പുറത്തൊന്നും ഇല്ല. ഒന്ന് ഇങ്ങോട്ട് തട്ടിയാലോ ന്യൂട്രലായി. എന്ത് പെട്ടെന്ന് കിട്ടും.
നമ്മൾ കണ്ട് ഇവിടെ അല്ല നമ്മൾ ഇങ്ങനെ കടന്ന് നോക്കി ഇവിടെ ന്യൂട്രായിട്ട് തോന്നുന്നു, ഇവിടെ ന്യൂട്രായിട്ട് ഇവിടെ കടന്ന് ഇങ്ങനെ അടിച്ചു നോക്കിയാൽ ന്യൂട്രായിട്ട് തോന്നും. ഇങ്ങനെ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, ന്യൂട്രാണെന്ന് മനസ്സിലാവും. ന്യൂട്രായതിനു ശേഷം പലരും പഠിച്ചു വെച്ചിരിക്കുന്ന ക്ലച്ചും ബ്രേക്കോടെ ചവിട്ടി സ്റ്റാർട്ട് ചെയ്യണമെന്ന്. നമുക്ക് എല്ലാ വാഹനങ്ങളും അതിനു ശേഷമുള്ള ചില വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ക്ലച്ച് വേണം. എന്നാൽ എല്ലാ വാഹനങ്ങളും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ക്ലച്ചിന്റെ ആവശ്യമില്ല. ന്യൂട്രാക്കിയാലും ന്യൂട്രാണ്, ക്ലച്ച് ചവിട്ടിയാലും ന്യൂട്രാണ്. ഇപ്പൊ ഞാൻ ന്യൂട്രാക്കി കണ്ടു എന്റെ കാലെടുത്ത് മാറ്റി ഞാൻ നിങ്ങൾ തെളിവ് സഹിതമാണ് കാണിച്ചു തരുന്നത്. ക്ലച്ചിന്റെ ആവശ്യം വരുന്നില്ല അവിടെ. ക്ലച്ച് ചവിട്ടാതെ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് തിരിക്കണം. കണ്ടില്ല, ചാവി ഇടുന്നു ഓരോന്നേരം. ഒന്ന് എന്താ വെച്ചാൽ സ്റ്റിയറിംഗിന്റെ ലോക്കാണ്. ഇത് കണ്ട, ഞാനിപ്പോ സ്റ്റിയറിംഗിന്റെ ലോക്ക് ആക്കിയിട്ട് അത് അഴിച്ചു കാണിക്കും. ഇപ്പൊ സ്റ്റിയറിംഗ് ലോക്കായി. കണ്ട, ഈ സ്റ്റിയറിംഗ് ലോക്കായിട്ട് അഴിക്കുന്നതാണ് എന്ത്, ഒന്ന്. അപ്പൊ ഒന്ന് അഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങോട്ടാണ് പ്ലേ ഉള്ളത് അങ്ങോട്ട് പിടിക്കുക. കണ്ട, ഒന്ന് അഴിച്ചു. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ തിരിക്കാം. മീറ്റർ കൺസേണത്തിൽ ലൈറ്റുകൾ വരത്തേ ഉള്ളൂ രണ്ട് തിരിക്കുമ്പോൾ, അല്ല ഒറ്റയടിക്ക് നിങ്ങൾ തിരിക്കരുത്. അതിനുശേഷം ഒന്ന് രണ്ട് ലൈറ്റുകൾ കേടും. അതിനുശേഷം ഞാൻ ചവിട്ടുന്നില്ല, നമ്മൾ തീപ്പെട്ടിക്കുള്ളി വരയ്ക്കുന്ന പോലെ ഒന്ന് തിരിച്ചു, വണ്ടി സ്റ്റാർട്ടായി. അപ്പൊ അവിടെ നമുക്ക് ക്ലച്ച് ഇല്ല, കണ്ടില്ലേ? നമ്മൾ ബ്രേക്ക് വെച്ചുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അല്ലാതെ എല്ലാ വണ്ടിയും ക്ലച്ചും ബ്രേക്കും ചവിട്ടി സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നും ഇല്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഈ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ രണ്ട് സൈഡിലും മിററുകൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഇതുവരെയും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല, കാരണം നമുക്ക് അപ്പൊ സീറ്റ് ബെൽറ്റ് അല്ല ഇടേണ്ടത്. ഞാൻ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം. എന്തിനാണ് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ, ബേസ് മോഡൽ വണ്ടി ഉണ്ടാകും, ഫുൾ ഓപ്ഷൻ വണ്ടി ഉണ്ടാകും. ബേസ് മോഡൽ വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് കയറി ഇരുന്ന് കൈ കൊണ്ട് ഇതേ രീതി തന്നെ ഇങ്ങനെ കേടാ ചെയ്യാം. എന്നാൽ ഒരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണെന്നുണ്ടെങ്കിൽ, ഒരു പ്രീമിയം വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് തന്നെ അറിയാം റിമോട്ടാണ്, ഒരു സ്വിച്ചാണ്. അത് നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചാൽ മാത്രം മിറർ എന്ത് ചെയ്തുള്ളൂ, അഡ്ജസ്റ്റ് ആകത്തുള്ളൂ. അപ്പൊ വണ്ടി സ്റ്റാർട്ട് ആകാത്ത വണ്ടി എന്ത് ചെയ്തില്ല, ഫുൾ പ്രീമിയം വണ്ടിയൊക്കെ ആകുമ്പോൾ അത് സ്റ്റാർട്ട് ആകാതെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് മിറർ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ഞാൻ ആദ്യമേ കയറി സീറ്റ് ബെൽറ്റ് ഇട്ടു, എനിക്ക് ആ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഞാൻ ആദ്യമേ കയറി സീറ്റ് ബെൽറ്റ് ഇട്ടു, എനിക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് സീറ്റ് ബെൽറ്റ് ആണോ ഇടേണ്ടത്? അല്ല. അപ്പൊ നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം രണ്ട് സൈഡിലെ മിററുകൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഈ മിറർ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇരിക്കുന്ന സീറ്റിനനുസരിച്ച് നമ്മൾ കണ്ട ആ മിറർ ഒരു കാൽ ഭാഗം ബോഡി കാണത്തക്ക പോലെ, മുക്കാൽ ഭാഗം വ്യൂ കാണത്തക്ക പോലെ വേണം മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളെ മുക്കാൽ ഭാഗം കണ്ട് ഇങ്ങനെ ബോഡി കാണത്തക്ക പോലെയും കാൽ ഭാഗം വ്യൂ കാണത്തക്ക പോലെയും വെക്കരുത്. അതുകൊണ്ടാണ് നമുക്ക് സീറ്റിൽ നിന്നൊക്കെ എഴുന്നേറ്റ് പോയി നോക്കേണ്ടി വരുന്നതും ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് കിട്ടുന്നത്, എങ്ങോട്ടാണ് വണ്ടി വരുന്നതെന്നും നമ്മളെ ജഡ്ജ് ചെയ്യുന്ന സാധനം നമുക്ക് കാണാതെ വരുന്നത്. നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ജഡ്ജ് ചെയ്യുന്ന സാധനം ബോഡിയുടെ അടുത്തുണ്ടെങ്കിലും കാണാം, ഇച്ചിരി അകന്ന് നിന്നാലും കാണാം. അപ്പൊ വാഹനം കുറച്ചുകൂടെ വരാനുണ്ടെന്ന് മനസ്സിലാവും. ഈ ഒരു രീതി വേണം രണ്ട് സൈഡിലെ മിററുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിലെ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മിററിനകത്ത് നമുക്ക് ബാക്കിലെ ഫുൾ കവറിങ് ആയിരിക്കണം, കണ്ട. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ഒരു സ്വല്പം മാത്രം കാണിച്ച് ഇങ്ങനെ വെക്കരുത്, കണ്ട. ഇത് ഫുൾ കവർ ചെയ്യുന്നതിലാണ് നമ്മൾ ഇരിക്കുന്നിടത്തോട്ട് കാണുന്നത് ഈ മിറർ. ഇപ്പൊ ഇങ്ങനെ നിങ്ങൾ കൈ ഇങ്ങനെ വെച്ച് ചെയ്യരുത്, നിങ്ങൾ പുറത്തൂടെ കൈ പിടിച്ച് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി, കണ്ട. കൃത്യമാക്കി നമുക്ക് വെക്കാം ഇരിക്കുന്നിടത്തോട്ട് തന്നെ. ഈ ഒരു രീതിയിൽ മിറർ ക്ലിയർ ചെയ്യുക. അതിനുശേഷം സീറ്റ് ബെൽറ്റ് വേണം ഇടാം. എന്താ പിന്നെ മിറർ ക്ലിയർ ചെയ്തതിന് ശേഷം സീറ്റ് ബെൽറ്റ്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പിന്നെ നമ്മുടെ കൈ നീക്കിക്കൊണ്ട് പോയി ചെയ്യേണ്ടതായ ഒരു പണിയും ഇല്ല. കാരണം ഈ ഒരു സീറ്റ് ബെൽറ്റ് ഇട്ടാൽ നമുക്ക് ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു മിറർ അഡ്ജസ്റ്റ് ചെയ്താൽ പിന്നെ നമുക്ക് എങ്ങോട്ട് എഴുന്നേറ്റ് പോയി ചെയ്യേണ്ട ഒരു പണിയില്ല. ബാക്കിയെല്ലാം നമ്മൾ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് സീറ്റ് ബെൽറ്റ് ഇടാം. സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നുള്ളതാണ്. ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു വാഹനത്തിനെ മൂവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും ഇത് കണ്ടില്ലേ, ഈ ഒരു ഗിയറിന് നിങ്ങൾ മുകളിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് കണ്ട, ഇവിടെ തന്നെ നമുക്ക് അടയാളങ്ങൾ കാണാം. ഫസ്റ്റ് എവിടെയാണെന്നും സെക്കൻഡ് എവിടെയാണെന്നും തേർഡ് എവിടെയാണെന്നും ഫോർത്ത് എവിടെയാണെന്നും മനസ്സിലാവും. ഇപ്പൊ എവിടെ കിടക്കുന്ന ഒരു ഗിയർ ആണെങ്കിലും നമ്മൾ ന്യൂട്രാക്കിയാൽ ഇവിടെ സെൻട്രലാവുന്ന കിടക്കുന്നത്. ഈ സെൻട്രലിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ഗിയർ കൊടുക്കണമെന്നുണ്ട് ഇവിടെ നമുക്ക് കാണാം, പക്ഷെ നമുക്ക് ഇങ്ങനെ പോകാൻ വഴിയില്ല. എന്താ, ഇതിലൂടെ വഴിയുണ്ടെന്ന് പറഞ്ഞതുപോലെ ഒരു പാതയുണ്ട്, അതുവഴി പോയാലേ ഫസ്റ്റ് ഗിയർ കൊടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുന്ന സമയത്ത് ഇത് കണ്ടില്ല, നമുക്ക് മുകളിൽ ഒരു തൊപ്പി ഇരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് പണി മൊത്തം തന്നെ തള്ളവറിന്റെ ഈ ഒരു ഭാഗം കണ്ടിട്ട് ഇങ്ങനെ കണ്ട ഈ ഒരു രീതി ഇങ്ങനെ നമ്മൾ ആ സൈഡിലോട്ട് ചേർത്ത് കൊടുത്തു. സൈഡിലോട്ട് ചേർത്ത് കൊടുത്തുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ ഇടാൻ. അല്ലാതെ നമ്മൾ ഇങ്ങനെ ഇല്ല, കണ്ട. അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വേണം എന്ത് ചെയ്യാൻ. ആ സൈഡിലോട്ട് ചേർത്തു, കണ്ട. സൈഡിലോട്ട് ചേർത്തിട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ വീഴും. ആ സൈഡിലോട്ട് ചേർന്നില്ലെങ്കിലോ അത് തേർഡ് ഗിയറിലായിരിക്കും വീഴുക. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുന്ന സമയത്ത് സൈഡ് ചേർത്തിട്ടാൽ ഫസ്റ്റ് ഗിയർ തന്നെ വീഴും. അതിനുശേഷം നമുക്ക് കണ്ട ഈ ഹാൻഡ് ബ്രേക്ക് നമ്മൾ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. പലരും മറന്നു പോകുന്നൊരു കേസാണെന്ത്, ഈ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. കാരണം അവർക്കൊരു ക്രമമായിട്ട് അത് ചെയ്യാത്തത് കൊണ്ടും, പിന്നെ പലരും വാഹനത്തിൽ കയറി ഇത് മാറ്റിയിടാത്തത് കൊണ്ടും, അതെന്താന്ന് പോലും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതെന്താന്ന് പോലും ഞാൻ ക്ലാസ്സിനോട് ചെല്ലുമ്പോൾ പലർക്കും അറിയത്തില്ല ഇതെന്താന്ന്. കാരണം അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടില്ല. വാഹനം ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കും, ഫസ്റ്റ് ഇടാൻ മാത്രം പറയും, സ്റ്റാർട്ടിങ്ങിലാണ് വണ്ടി. പിന്നെ ഹാൻഡ് ബ്രേക്ക് പോലും മാറ്റാത്തത് കൊണ്ട്
അവരെ കൊണ്ട് മാറ്റിക്കാതെ കൊണ്ട് അവർക്ക് അറിയത്തില്ല എന്തൊക്കെ ചെയ്യാനുണ്ടെന്നൊന്നും അറിയാത്തത് കൊണ്ട് ഇതെന്താന്ന് പോലും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവരെ കളിയാക്കിയതല്ല. കാരണം സ്വാഭാവികമായിട്ട് അവർക്ക് മനസ്സിലായല്ല കൊടുത്തു കഴിഞ്ഞാലല്ല അവർക്ക് ഇന്ന സാധനങ്ങളൊക്കെ വണ്ടിയിലുണ്ടെന്നും ഇന്ന സാധനം കൊണ്ടാണ് വണ്ടി ഓടിക്കേണ്ടതെന്നും വണ്ടി ഓടിക്കാൻ ഇന്ന സാധനങ്ങളാണെന്നും ഇന്ന മാറ്റിയല്ല വണ്ടി പോകാനുള്ളതും അവർക്ക് അത് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് കിട്ടത്തുള്ളൂ. ഞാൻ ആരെയും കളിയാക്കിയതാ, പഠിപ്പിച്ചവരെ കളിയാക്കിയതല്ല. കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത കൃത്യം ആർക്കും ഒരാണാണെങ്കിലും പെണ്ണാണെങ്കിലും ആർക്കും എന്ത് ചെയ്യാം വാഹനം ഓടിക്കാം. ആണെന്നോ പെണ്ണെന്നോ ഒന്നും ഡ്രൈവിംഗ് ഇല്ല. അത് ഒരു കാര്യം. കാരണം കൈയും കാലും കൊണ്ടാണ് വണ്ടി ഓടിക്കേണ്ടത്. കൈയും കൊണ്ട് കൃത്യമായിട്ട് വണ്ടി ഓടിക്കേണ്ടത് കൃത്യമായിട്ട് കൈയും കാലും എവിടെയൊക്കെ വെച്ചാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്താൽ ആർക്കും ചെയ്യാനൊരു കേസാണ് ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഈ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ഈ ഇടുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ പ്രസ് ചെയ്തുകൊണ്ടിരണ്ട, മുകളിലോട്ട് നേരെ പൊക്കി ഇടുക, ഹാൻഡ് ബ്രേക്ക് വീഴും. അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് മുകളിലോട്ട് നമുക്ക് ഈ സൈഡ് അറ്റത്ത് വേണം, അല്ലാതെ ഇങ്ങോട്ട് മാറിപ്പോകരുത്. ഈ അറ്റത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ഒന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പൊക്കുക. ഈ പൊക്കി പിടിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. എന്നാൽ കൃത്യമായിട്ട് നമുക്ക് കിട്ടും. കാരണം ഇതൊരു പല്ലിൽ കിടക്കുകയായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. എന്നിട്ട് ഇത് താഴെ ചെന്ന് തട്ടുന്നിടം വരെ നിങ്ങൾ പ്രസ് ചെയ്ത് തന്നെ പിടിക്കുക. അപ്പൊ ഹാൻഡ് ബ്രേക്ക് റിലീസായി. അതിനുശേഷം മിററിൽ നോക്കണം. കാരണം നമുക്ക് റോഡിന്റെ ഈ സൈഡിൽ കൂടെ വണ്ടി ഓടിക്കാനല്ല ലൈസൻസ് തന്നിരിക്കുന്നത്, ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കാനല്ല ലൈസൻസ്. കാരണം നമ്മുടെ വാഹനം കിടക്കുന്നതും ലെഫ്റ്റ് സൈഡിലാണ്. ആ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വാഹനം എടുക്കുന്നത് നമ്മൾ റൈറ്റ് സൈഡിലോട്ടാണ്. അപ്പൊ റൈറ്റ് സൈഡിൽ എടുക്കുമ്പോൾ നമ്മൾ ഏത് സൈഡിലെ മിററിൽ നോക്കണം? റൈറ്റ് സൈഡിലെ മിററിൽ നോക്കണം. കാരണം ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിയുടെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് തന്നെ ആയതുകൊണ്ട് നമ്മൾ മിററിൽ നോക്കാതെ എന്ത് ചെയ്യരുത്, നിങ്ങൾ വാഹനം എടുക്കാൻ ശ്രമിക്കരുത്. പലരും ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് അങ്ങ് എടുക്കാൻ നോക്കും. കാരണം ഇൻഡിക്കേറ്റർ കൊടുത്തെന്ന് പറഞ്ഞാലും നമുക്കല്ല മുൻഗണന, ആർക്കാണ്? ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിക്കാണ്. അപ്പൊ നമ്മൾ ആ മിററിൽ നോക്കി ഒരു വണ്ടി ഉണ്ടേ എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ മിററിൽ നോക്കുമ്പോൾ വണ്ടി ഇല്ല എങ്കിൽ നമുക്ക് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നില്ല അവിടെ പ്രാധാന്യം വരുന്നത്. എന്ത്? മിററിൽ നോക്കി എടുക്കുന്നതാണ്. കാരണം നമ്മൾ മിററിൽ നോക്കുമ്പോൾ ഒരു വണ്ടി വരുന്നതും കാണുന്നുണ്ട്, മിററിൽ നോക്കുമ്പോൾ വണ്ടി വരാത്തതും കാണുന്നുണ്ട്. പിന്നെ ഒരു ഇൻഡിക്കേറ്റർ കൊടുക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇൻഡിക്കേറ്റർ കൊടുക്കുന്നതിനേക്കാളും പ്രാധാന്യം നമ്മൾ ചെയ്യേണ്ടത് മിററിൽ നോക്കി എടുക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ചെയ്ത് പഠിക്കേണ്ടതും. കാരണം നമുക്ക് ഒരു കാരണവശാലും അല്ലാതെ ഇൻഡിക്കേറ്റർ കൊടുക്കുമ്പോൾ നമുക്കൊരു പ്രാധാന്യം കിട്ടുന്നില്ല. ഓടി വരുന്നവർക്ക് മുൻഗണന. എനിക്ക് എടുക്കാൻ ഞാൻ ഇൻഡിക്കേറ്റർ കൊടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ തർക്കിക്കാനോ അതിന് നിയമവും ഇല്ല അങ്ങനെ. അപ്പൊ നമ്മൾ മിററിൽ നോക്കി എടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും ഒരു വണ്ടി വരുന്നുണ്ട്, വണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം, എന്നാലേ എടുക്കാൻ കഴിയുള്ളൂ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഇൻഡിക്കേറ്ററിലൂടെ യാതൊരു പ്രാധാന്യവും വരുന്നില്ല. അപ്പൊ മിററിൽ നോക്കി വാഹനം എടുക്കുക എന്നുള്ളത്. എന്ത് പറഞ്ഞതിന്റെ കാരണം വെച്ചാൽ പലർക്കും അറിയത്തില്ല എന്ത് ഈ വാഹനത്തിന്റെ വീൽ. ഈ വീഡിയോ കാണുന്ന ഒരു 90% ആൾക്കാരെ അറിയത്തില്ല വീൽ എങ്ങനെയാ നേരെയാണോ, കാരണം ഇത് തിരിഞ്ഞടക്കണോ നേരെ കിടക്കണോ എന്ന് പലർക്കും അറിയത്തില്ല. അപ്പൊ പറഞ്ഞതിന്റെ സാരം ആരും ഈ സ്റ്റിയറിംഗിൽ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യരുത്, എടുക്കാൻ നിൽക്കരുത്. വണ്ടി ഇല്ലെന്ന് ഉറപ്പ് വരുത്തി അതിനുശേഷം നമ്മൾ ബ്രേക്കിൽ നിന്ന് കാല് പതുക്കെ എടുത്ത് നോക്കുക. നിങ്ങൾ ഇത് കണ്ടില്ലേ, പതിയെ എടുത്ത് നോക്കണം. നിങ്ങൾ അല്ലാതെ ഇങ്ങനെ പെട്ടെന്ന് എടുത്ത് വിടരുത്. പെട്ടെന്ന് നമ്മൾ എടുത്തോണ്ട് പോകുമ്പോൾ ചിലപ്പം നമുക്ക് 4 സൈഡിലെ വീലുകൾ ഉരുണ്ട് കിടക്കുവായതുകൊണ്ട് പിന്നെ ഈ വാഹനം എപ്പോഴും നിരപ്പത്തല്ല കിടക്കുന്നത് കൊണ്ടും ചിലപ്പോൾ ഇത് ബാക്കിലേക്ക് മുന്നോട്ടൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഇപ്പൊ നമ്മളൊരു ചെറിയൊരു സ്ലോപ്പ് കയറ്റമാണെങ്കിൽ ബ്രേക്ക് ഒന്ന് മാറി കഴിഞ്ഞാൽ ഇത് ബാക്കിലേക്ക് പോകും. കാരണം നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുമ്പോൾ ബാക്കിലേക്ക് പോയാൽ നമുക്ക് പേടി വരും. പെട്ടെന്ന് ചിലപ്പോൾ എന്ത് ചെയ്യും, ചിലർ പെട്ടെന്ന് ബ്രേക്ക് അങ്ങ് ചവിട്ടും, ചിലർ ബ്രേക്ക് ചവിട്ടുന്നതിനെ പകരം പെട്ടെന്ന് ക്ലച്ച് അങ്ങ് എടുക്കാൻ നോക്കും, ബാക്കിലേക്ക് പോകുന്നതുകൊണ്ട് പെട്ടെന്ന് എടുക്കാൻ നോക്കും. വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകാനുള്ള കാരണം അതൊക്കെയാണ്. അപ്പൊ നമ്മളിങ്ങനെ പതിയെ എടുത്ത് അങ്ങ് നോക്കുക. പതിയെ എടുത്ത് ഇങ്ങനെ മാറുന്ന സമയത്ത് ഇത് ബാക്കിലേക്കൊന്നും പോകുന്നില്ല എങ്കിൽ പിന്നെ നമുക്ക് അവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ബൈറ്റിംഗ് പോയിന്റ് വരെ ഒന്നും കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. ബ്രേക്ക് ഒന്ന് മാറിയതിനു ശേഷം ക്ലച്ചിൽ നിന്ന് മെല്ലെ അങ്ങനെ എടുത്താൽ മതി കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ വേണ്ട, ബ്രേക്ക് ഒന്ന് മാറ്റിയിട്ട് ബാക്കിയോട്ട് മുന്നോട്ടും പോകുന്നില്ല വണ്ടി. അപ്പൊ അവിടെ വണ്ടി നിന്നു. പതിയെ നിങ്ങൾ ക്ലച്ചിൽ നിന്ന് എന്ത് ചെയ്യുക, ഇതേപോലെ വണ്ടി എടുക്കുക കേട്ടോ. അപ്പൊ എടുത്തോണ്ട് ഓടരുത്. നമ്മളെ സ്പേസിനനുസരിച്ച് വേണം. നമുക്ക് ചിലപ്പോൾ വീടിന്റെ മുറ്റത്ത് നിന്നായിരിക്കും എടുക്കുന്നത്, ചിലപ്പോൾ കാർ പോർച്ചിൽ നിന്നായിരിക്കും എടുക്കുന്നത്, ചിലപ്പോൾ ഇടുങ്ങിയ സ്ഥലത്ത് നിന്നായിരിക്കും എടുക്കുന്നത്. അപ്പൊ എടുത്തോണ്ട് ഓടിയാൻ പോയാൽ എന്ത് ചെയ്യും, വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകും. അതുപോലെ തന്നെ നമുക്ക് അത് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ആ എടുക്കുമ്പോൾ നമുക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തിരിക്കേണ്ടതുണ്ടാകും, കൺട്രോൾ കിട്ടാതെ വരും, അപ്പോൾ എവിടെയെങ്കിലും തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും ക്ലച്ച് നിർത്തുകൊണ്ട് ഓടാതെ പതിയെ എടുക്കുക കണ്ട, ഇതേപോലെ എടുക്കുക. എന്നാൽ ഇതുപോലാണ് എല്ലായിടത്തും എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ പതിയെ കണ്ടില്ല ഇങ്ങനെ ബ്രേക്ക് ഒന്ന് മാറ്റി നോക്കുക. ബ്രേക്ക് ഒന്ന് മാറ്റുന്നതിന് മുമ്പ് നല്ല ഉദ്ദേശിക്കുന്നത് ബ്രേക്ക് എന്ന് തന്നെ പതിയെ എടുക്കുക. ഈ പതിയെ എടുക്കുന്ന സമയത്ത് ഇത് ബൈക്കിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോഴും ക്ലച്ച് ഫുള്ള് കാലിരിക്കണം. വീണ്ടും നമ്മൾ എത്രയാണ് തുറന്നപ്പോഴാണ് എത്രയും ബ്രേക്ക് നമ്മൾ എടുത്തപ്പോഴാണ് വണ്ടി ബാക്കിലേക്ക് പോകാൻ തുടങ്ങി, അത്രയും നമ്മൾ ബ്രേക്ക് പ്രസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുക്കുക. അതായത് നമ്മൾ ഈ ഒരു കിടക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സൗണ്ട് ഉണ്ട് വണ്ടിയുടെ, ഈ ഒരു സൗണ്ടിന് വ്യത്യാസം വരുന്ന വരെ നിങ്ങൾ ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുക്കുക. അപ്പൊ സൗണ്ടിന് വ്യത്യാസം വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ
പിന്നെ വണ്ടി ബാക്കിലേക്കും ഇല്ല മുമ്പിലോട്ടും ഇല്ല, കൃത്യമായിട്ട് അവിടെ വണ്ടി നിന്നു. അന്നേരം നമ്മൾ ഈ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റിയാൽ വണ്ടി ബാക്കിലേക്കും ഇല്ല. അപ്പൊ നിങ്ങളുടെ കാലുകൾ ഈ ബ്രേക്കിൽ നിന്ന് മാറുന്ന സമയത്ത് നിങ്ങൾ ക്ലച്ച് താക്കോ അല്ലെ പൊക്കോ ചെയ്യരുത്. കാരണം ബ്രേക്കിൽ നിന്ന് മാറുന്ന സമയത്ത് നമ്മൾ ക്ലച്ചിൽ നിന്ന് കാല് പൊക്കിയാൽ ചിലപ്പം പ്രതലം എല്ലാം ഒരേപോലെ അല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ മുൻപോട്ട് പോകാനുള്ള ശേഷി കുറവായതുകൊണ്ടും അത്രയും വെയിറ്റ് താങ്ങിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ വണ്ടി ഇടിച്ച് ഓഫായി പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ താഴേക്ക് കാല് കൊണ്ട് ക്ലച്ചിന് താഴേക്ക് ആക്കി കഴിഞ്ഞാലോ വണ്ടി ബാക്കിലേക്കും പോകും. അപ്പൊ നിങ്ങൾ ഈ ഒരു ബ്രേക്ക് വെച്ചതിന് ശേഷം ഇങ്ങനെ പതിയെ എടുത്ത് ആ ഒരു വൈബ്രേഷൻ വരുന്ന സമയത്ത് ബ്രേക്ക് ഒന്ന് മാറ്റുക. പിന്നെ നിങ്ങൾ എല്ലാം വേണം നിങ്ങൾ കാലെടുക്കാൻ. എന്നാൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് ഇങ്ങനെ എടുത്ത് ഓടരുത്. എന്നാൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് ഇതുപോലെ എടുക്കാൻ കഴിയത്തുള്ളൂ. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാം. ഇതിന് നമ്മൾ നിർത്തുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടി പതുക്കെ ബ്രേക്കിടെ വെച്ച് നിർത്തുക. അപ്പൊ നിങ്ങൾക്കത് കാര്യങ്ങൾ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഒരു വീഡിയോ ചെയ്യാമോ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി, ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അത് കമന്റായിട്ട് തന്നെ ചോദിക്കാവുന്നതാണ്. നിങ്ങൾ നാണമൊന്നും വിചാരിക്കേണ്ട. എൻ്റെ ജോ ഡ്രൈവിംഗ് എന്ന ചാനൽ ഫേസ്ബുക്കിലാണെങ്കിലും അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ഡ്രൈവിംഗ് സംബന്ധമായിട്ട് ചോദിക്കാന്നാണ്. ഞാൻ നാളൊന്നും വിചാരിക്കേണ്ട. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയി എന്നുള്ളതും നിങ്ങളത് കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. ഞാനത് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തനിയെ വാഹനം ഓടിക്കാൻ പേടിയുള്ളവരാണെങ്കിൽ എന്നെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടത്തുന്നത്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.